അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറദാ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അൾറ വോയിസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലൂടെ 2-3 വീഡിയോകൾക്ക് ശേഷം ചെറിയ ഒരു ഇടവേള കഴിഞ്ഞ് അടുത്ത ഒരു വിഷയം പ്രത്യേകമായി സമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അടുത്ത് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെയും സർക്കാർ ഗോഹർഷാഹി ഇമാം മഹദിയെ കുറിച്ചും നമ്മുടെ മാർഗത്തെക്കുറിച്ചും നമ്മുടെ മാർഗത്തിലുള്ള ആളുകളെ കുറിച്ചും ഇതിന്റെ നേതൃത്വത്തെക്കുറിച്ചും ഒക്കെ വളരെ മോശമായി വികരമായിട്ടുള്ള രീതിയിലുള്ള ഒരു ലേഖന രൂപത്തില് വലിയ പോസ്റ്റുകളൊക്കെ പ്രചരിക്കുകയുണ്ടായി. അതിൽ ഉപയോഗിച്ചിട്ടുള്ള വിമർശകർ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകള്, പ്രയോഗങ്ങള് നമ്മുടെ മാർഗത്തിലുള്ള സർക്കാർ ഗോഹർഷാഹി ഇമാം മഹദിയെ അനുയായികളായിട്ടുള്ള അനുകൂലിക്കുന്ന ഒരു അനുയായിക്ക് ചിന്തിക്കാനോ വായിക്കാനോ പറയാനോ സാധിക്കാത്ത രീതിയിലുള്ള പ്രയോഗങ്ങൾ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അവന് ആ ലേഖനം എഴുതിയിട്ടുള്ളവര് മറുപടി ആഗ്രഹിക്കുന്നവരൊന്നുമല്ല, പക്ഷെ അർഹിക്കുന്നവരുമല്ല. പക്ഷേ എന്നിരുന്നാലും ഈ ലേഖനം സമൂഹത്തിന് മുന്നിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ഉള്ളില് ഒരു ഫിത്ന കടത്തിക്കൂട്ടുന്ന ഒരു പ്രക്രിയ അതുകൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു വിശദീകരണം, അതിൽ അവർ ഉപയോഗിച്ചുള്ള രീതിയെക്കുറിച്ചും അതില് ഉപയോഗിച്ച വിഷയങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു വിശകലനം ആവശ്യമാണ്. സമൂഹത്തോട് പറഞ്ഞു കൊടുക്കൽ അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണോ ഈ വിഷയങ്ങൾ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. സർക്കാർ ഗോഹർഷാഹി അവറുകളെ കുറിച്ച് തങ്ങൾ പണ്ഡിതരാണെന്ന തെറ്റിദ്ധാരണയാൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എഴുതിയ ലേഖനമാണ് സമൂഹത്തില് മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ, വാട്സപ്പുകളിലൂടെയും ഫേസ്ബുക്കുകളിലൂടെയും ഒക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ ഈ വിമർശന ലേഖനം എഴുതിയിട്ടുള്ള അതിന്റെ നേതൃത്വം നൽകിയിട്ടുള്ള ആളുകൾ ഉന്നയിക്കുന്നത് അവര് ഫത്വ കൊടുക്കാൻ അർഹത ഉള്ളവരാണ്, അല്ലെങ്കിൽ അവര് വിമർശിക്കുന്ന നമ്മുടെ ഈ വിഷയത്തെക്കുറിച്ച്, നമ്മുടെ മാർഗത്തെക്കുറിച്ച്, നമ്മുടെ മശായിഖുമാരെ കുറിച്ച്, നമ്മുടെ നേതൃത്വത്തെക്കുറിച്ചുമൊക്കെ കൃത്യമായി പഠനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ കൃത്യമായി പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ലേഖനം എഴുതുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ലേഖനത്തിൽ അവർ എഴുതി ചേർത്തിട്ടുള്ളത്. പക്ഷേ അത് കൃത്യമായിട്ട് തെറ്റാണോ? ഖുർആനിന്റെ പല നിയമങ്ങളും പൂർത്തീകരിക്കാത്ത ഒരു ലേഖനമാണ് അവർ എഴുതി ചേർത്തിട്ടുള്ള ലേഖനങ്ങൾ. എന്താണ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്? ഖുർആനിൽ 49:6 സൂചിപ്പിക്കുന്ന ആയത്തില് കൃത്യമായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമാണ്. അതുപോലും അവര് ആ ആയത്തിലൂടെ പഠിപ്പിക്കുന്ന നിയമം പോലും ഈ ലേഖനം എഴുതിയിട്ടുള്ള ആളുകൾ അവിടെ ശ്രദ്ധിച്ചിട്ടില്ല. എന്താണ് ആ ആയത്തിലൂടെ പരിചയപ്പെടുത്തുന്നത്? യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ ബിനബൈൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ വതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. എന്താണ് ആ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് പഠിപ്പിക്കുന്നത്, ഉത്ബോധനം നടത്തുന്നത് എന്താണോ? സത്യവിശ്വാസികളെ, ഒരു അധർമ്മകാരി വല്ല വാർത്തയും കൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെപ്പറ്റി വ്യക്തമായി അന്വേഷിച്ചറിയണം. വ്യക്തമായി അന്വേഷിച്ചറിയണം എന്ന് പറയുമ്പോൾ അവിടെ വ്യക്തമായിട്ട് തന്നെ അന്വേഷിച്ചറിയണം. ഇവിടെ നമ്മുടെ മാർഗത്തെക്കുറിച്ചൊരു വിമർശനം നടത്തുമ്പോൾ നമ്മുടെ മാർഗത്തെക്കുറിച്ച് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്ന, പഠിപ്പിക്കുന്ന ഇൽമുകളെയും അതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളെയും കുറിച്ച് ഒരു വിമർശനം നടത്തുമ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായി പഠനം നടത്തിയ ഒരാളാവണം. പക്ഷേ
അവിടെ കൃത്യമായിട്ടൊരു പഠനം നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനത്തിൽ നിന്നും അവരുടെ പരാമർശനങ്ങളിൽ മുഴുവനും അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആ ആയത്തിന്റെ അവസാനത്തിൽ സൂചിപ്പിക്കുന്നത് എന്താണ്? അറിയാതെ ഏതെങ്കിലും ഒരു ജനതക്ക് നിങ്ങൾ ആപത്ത് വരുത്തുകയും എന്നിട്ട് ആ ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ ഖേദക്കാരായി തീരുകയും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നുകൂടി ഖുർആൻ അവിടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഖേദക്കാരനായി തീരാതിരിക്കാൻ വേണ്ടി ഏതൊരു വിഷയത്തെ നിങ്ങൾ പരിചയപ്പെടുത്താണെങ്കിലും അല്ലെങ്കിൽ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഒരു അധർമ്മകാരി ഒരു വിഷയവുമായി നിങ്ങളുടെ മുന്നിൽ വരികയാണെങ്കിൽ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായി വ്യക്തമായിട്ട് നിങ്ങൾ അതിനെ അന്വേഷിച്ചറിയണം. എങ്ങനെയാണ് നിങ്ങൾ നമ്മുടെ മാർഗത്തെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയിട്ടുള്ളത്? വളരെ മോശമായ രീതിയിലുള്ള പ്രയോഗങ്ങൾ നിങ്ങൾ ഉദ്ധരിക്കുമ്പോൾ നിങ്ങൾ ഈ പ്രയോഗങ്ങൾ എവിടെ നിന്നാണ് നിങ്ങൾ കടമെടുത്തിട്ടുള്ളത്? സോഷ്യൽ മീഡിയയിലൂടെ ഇതിനെ വിമർശിക്കുന്നവരുണ്ട്, അനുകൂലമായിട്ട് സംസാരിക്കുന്ന ഒരു വിഭാഗം മറുപക്ഷത്തുമുണ്ട്. എന്തുകൊണ്ട് ഈ വിമർശിക്കുന്ന ആളുകള് നമ്മുടെ മാർഗത്തെ കുറിച്ചിട്ട് ഒരു ഫത്വ കൊടുക്കുന്ന ഒരു ഫത്വ പുറപ്പെടുവിച്ചിട്ടുള്ള ആളുകൾ എന്തുകൊണ്ട് നമ്മുടെ വിമർശിക്കുന്ന ആളുകളിൽ നിന്നല്ലാതെ അനുകൂലിച്ചുകൊണ്ട് ഇതിന്റെ ഒരു പോസിറ്റീവൻസ് സംസാരിക്കുന്ന ഒരു ഭാഗം ഇപ്പുറത്തുണ്ട്? ആ ആളുകളിൽ നിന്ന് എന്തുകൊണ്ട് നിങ്ങൾ ഇതിനെ പഠിച്ചിട്ടില്ല? എന്തുകൊണ്ട് ഇവിടെ നിന്ന് ഒരു പഠനം നടത്താൻ നിങ്ങൾ പരിശ്രമിച്ചില്ല? ഇവിടെ നിന്നൊരു പഠനം നടത്താതെ ഇതിനെ വിമർശിക്കുന്ന ആളുകളുടെ വീഡിയോ ക്ലിപ്പുകളും അതുപോലെ അവരുടെ ഉദ്ധരണികളും മാത്രം ഇവിടെ തെളിവായിട്ട് ഉദ്ധരിക്കുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഖുർആനിൽ പറഞ്ഞതുപോലെ ഇവിടെ വ്യക്തമായിട്ട് എങ്ങനെയാണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? അത് വളരെ വളരെ തെറ്റാണ് നിങ്ങൾ പറഞ്ഞത്. വരുന്നവൻ വ്യാജനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങളത് വ്യക്തമായ പഠനത്തിന് ശേഷമല്ലാതെ ഖണ്ഡിക്കാൻ പാടുള്ളതല്ല എന്ന് നമ്മളോടൊരു ഉത്ബോധനം നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യേണ്ട ആളുകളാണെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ കൃത്യമായിട്ടൊരു പഠനം നിങ്ങൾ നടത്തിയിട്ടില്ല? മോശമായിട്ട് ചിത്രീകരിക്കുന്നവരുടെ ഉദ്ധരണികളും വീഡിയോ ക്ലിപ്പുകളും എടുത്തുകൊണ്ട് അതൊരു തെളിവുകളായിട്ട് ഇവിടെ ഉദ്ധരിക്കുന്നു. നിങ്ങളതിൽ പറയുന്നുണ്ട് യൂട്യൂബിലൂടെയും അല്ലെങ്കിൽ ഒരു ഗൂഗിളിൽ നിന്നുമൊക്കെ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനം നിങ്ങൾ നടത്തിയെന്നൊക്കെ പരാമർശിക്കുന്നു. പക്ഷെ ഇവിടെ അതിൽ നിന്ന് ഒരു സർക്കാർ ഗോഹർ ഷാഹി ഇമാം മഹദി എന്നവര് ഒരു മരണം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ള ഉദ്ധരണികളൊക്കെ നിങ്ങൾ കൊണ്ടുവരുന്ന തെളിവുകളായിട്ട്. പക്ഷെ നിങ്ങൾ പറയുന്ന വിക്കിപീഡിയയിൽ തന്നെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള വിക്കിപീഡിയ നിങ്ങളൊന്ന് പരിശോധിക്കുക. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സർക്കാർ ഗോഹർ ഷാഹി ഇമാം മഹദിയുടെ അവസാന സമയങ്ങളിലുള്ള നിമിഷങ്ങളെ കുറിച്ചിട്ടുള്ള കൃത്യമായ ഒരു പഠനം വിക്കിപീഡിയയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്കത് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങളത് കാണിച്ചു തരാൻ തയ്യാറാണ്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒരു തോന്നിവാസം എഴുതി ചേർത്തിട്ട് കുറച്ച് തലപ്പാവുകാരനായിട്ടുള്ള ഒരു ബിരുദത്തിന്റെ പേര് കൂടി നിങ്ങൾ പഠിച്ച സ്ഥാപനത്തിൽ നിന്ന് കിട്ടിയ ഒരു സനദിന്റെയും ബിരുദത്തിന്റെയും പേര് നിങ്ങളുടെ പേരിന്റെ കൂടെ ആ സനദിന്റെയോ അല്ലെങ്കിൽ ഒരു ബിരുദത്തിന്റെ പേര് കൂടിയോ എഴുതി ചേർത്തതിന്റെ പേര് നിങ്ങൾ മുക്തിയാകുന്നില്ല, നിങ്ങൾ ഫത്വ കൊടുക്കാൻ അർഹരാകുന്നില്ല. നിങ്ങൾ ഇതിനെക്കുറിച്ച് രണ്ട് ഭാഗത്ത് നിന്നുകൊണ്ട് പഠനം നടത്തുക, അല്ലാതെ ഒരു പഠനം നടത്താതെ വെറുതെ തോന്നിവാസം വിളിച്ചു പറയാമെന്നാണോ നിങ്ങൾ മോഹിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഇൻഷാ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വരും കാലഘട്ടങ്ങളിൽ, വരും ദിവസങ്ങളിൽ, വരും മാസങ്ങളിൽ, വരും സന്ദർഭങ്ങള് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. എന്താണ്? ഹക്ക് വിജയിക്കും ഇൻഷാ അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പണ്ഡിതനാരാണ് അല്ലെങ്കിൽ ഒരു ഫത്വ കൊടുക്കാൻ അർഹതയുള്ളവനാരാണ്? ഇവിടെ നമ്മള് മാർഗത്തെ പറ്റിയിട്ട് വിമർശിക്കുന്ന ആളുകളൊക്കെ വലിയ പണ്ഡിത വേഷധാരികളാണ്, വലിയ പണ്ഡിതന്മാരാണെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ്. ഓക്കെ, സമ്മതിക്കുന്നു. പക്ഷേ ആലിമാണോ എന്നുള്ള വിഷയത്തിൽ മറ്റൊരു സമയത്ത് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആരാണ് ആലിമ്? അൽ ഉലമാ വറസത്തുൽ അംബിയ എന്താണോ
ഇതിനെക്കുറിച്ച് കൃത്യമായി മറ്റൊരു സമയത്ത് തന്നെ നമുക്ക് ചർച്ച നടത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ച മറ്റൊരു അവസരത്തിലാകാം. ബഹുമാനപ്പെട്ട സർക്കാർ ഗോഹർ ഷാഹി ഇമാമിനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ട് അല്ലെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനും ദീനിനും എതിരായിട്ടുള്ള പ്രവണതകളും പ്രക്രിയകളും സഹകരണങ്ങളും അല്ലെങ്കിൽ മനോഭാവങ്ങളും അല്ലെങ്കിൽ പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ സംസാരങ്ങളൊക്കെ ഉണ്ടായി അവരുടെ ലേഖനത്തില്. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര് മനസ്സിലാക്കേണ്ടത്, ബഹുമാനപ്പെട്ട ഗോഹർ ഷാഹി ഇമാമ് 40 വർഷത്തോളമായിട്ട് ജനങ്ങളെ അല്ലാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കണം. ലോകത്ത് ഏകദേശം ഒട്ടുമിക്ക രാജ്യങ്ങളിലും മഹാനവറുകൾ എത്തിയിട്ടുമുണ്ട്. അന്യമതസ്ഥരുടെ മതശാലകളിലും അതുപോലെ തന്നെ പള്ളി അമ്പലങ്ങളിലും ഒക്കെ അവരുടെ ക്ഷണപ്രകാരം വെറുതെ കയറി ചെന്നിട്ട് അറ്റാക്ക് ചെയ്തിട്ട് സംസാരിച്ചു പോന്നവരല്ല. അവരുടെ ക്ഷണപ്രകാരം അവർ ക്ഷണിച്ചു വരുത്തിയിട്ട് അവരൊക്കെ ദർഗകളില്, അതുപോലെ തന്നെ പള്ളികളില്, അതുപോലെ അമ്പലങ്ങളില്, ചർച്ചുകളില് ഒക്കെ തസവുഫിന്റെ ക്ലാസ് നടത്താൻ വേണ്ടിയിട്ട് മഹാനവറുകൾ പോയിട്ടുണ്ട്. ഇന്ന് ലോകത്ത് 45 ലക്ഷത്തോളം, അതിന്റെ ഏറെ 45 ലക്ഷത്തിലധികം ആളുകളില് ഇതിന്റെ അനുഗ്രഹം എത്തുകയും ചെയ്തിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർബാറിൽ എത്തുകയും ആയിരക്കണക്കിന് ആളുകൾ അള്ളാഹുവിന്റെ തിരുദർശനം പ്രാപിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സർക്കാർ ഗോഹർ ഷാഹി ഇമാം മഹദിയിലൂടെ ജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതാണ്, ജനങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതാണ്. അല്ലാതെ നിസാരമായിട്ടുള്ള ഒരു സംസാരമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുള്ള പ്രകടനമോ ഒന്നുമല്ല. നിങ്ങൾ ഈ വിഷയങ്ങളെ കുറിച്ച് കൃത്യമായിട്ടൊരു അവലോകനം നടത്താൻ നിങ്ങൾ ശ്രമിക്കുക. 10 ലക്ഷത്തോളം ആളുകളാണ് നമ്മുടെ മാർഗത്തില് സർക്കാർ ഗോഹർ ഷാഹി ഇമാം മഹദിയിലൂടെ 10 ലക്ഷത്തോളം ആളുകളാണ് ദാക്കിറ ഖൽബി എന്ന മക്കാമിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇത് നിസാരമാണോ? കൽബ് ജാരിയായ ആളുകൾ എന്ന് പറഞ്ഞത് നിസാരമാണോ? കൽബിൽ അല്ലാഹുവിന്റെ ദിക്റുള്ള ആളുകൾ എന്ന് പറഞ്ഞ നിസാരന്മാരാണോ? ഈ ഒരു മക്കാമിലേക്ക്, ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് 10 ലക്ഷത്തോളം ആളുകളാണ്. അല്ലാതെ വെറുതെ നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ തലേകെട്ടുകാർ അല്ലെങ്കിൽ ഞങ്ങളെ സ്ഥാപനത്തിൽ നിന്ന് ഇത്ര ഹാഫിയങ്ങളായി, അല്ലെങ്കിൽ ഇത്ര ആളുകൾ പഠിച്ചു പുറത്തിറങ്ങി, ഞങ്ങൾ ഇത്രയും വലിയ ഒരു പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ഒരു നേതൃത്വ അല്ലെങ്കിൽ ഒരു നേതാവാകുന്നില്ല, ഒരു ആലിമാകുന്നില്ല, നിങ്ങൾ ഒരു സൂഫിയാകുന്നില്ല, ഒരു ആത്മീയത കൊണ്ട് നടക്കുന്ന കൈവരിച്ച ഒരു മുഹിബ്ബോ അല്ലെങ്കിൽ ഒരു മുഅ്മിനോ അല്ലെങ്കിൽ ഒരു മുത്തഖിയോ മുഖ്ലിസോ ആകുന്നില്ല. പക്ഷേ ഇവിടെ അല്ലാഹുവിന്റെ ദിക്ർ കൽബിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അത് കൊണ്ട് നടക്കുന്ന 10 ലക്ഷത്തോളം ആളുകളാണ് ഇവിടെ സർക്കാർ ഗോഹർ ഷാഹി ഇമാം മഹദിയുടെ അനുയായികളില് അവരെ അംഗീകരിച്ചതിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ളത്. ഇതൊന്നും അറിയാനോ കാണാനോ സാധിക്കാത്ത ആളുകളാണ് മഹാനെ കുറിച്ചുള്ള ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ ഒരു പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ, ഖുർആനിന്റെ നിയമം നിങ്ങൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതുപോലൊരു പഠനം നിങ്ങൾ നടത്തിയില്ല? ഇതിനൊക്കെ തെളിവുകളുണ്ട്. ഇത് നിസാരമായിട്ട് കേരളത്തിലോ ഒരു മലബാർ ഏരിയയിലോ നടക്കുന്ന വിഷയമല്ല. ലോകത്ത് മുഴുവനുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എല്ലാ നാടുകളിലും ഇതിന്റെ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറയുമ്പോ കേരളത്തിൽ ഇത് ഏകദേശം അവസാനമായിരിക്കും ഇതിന്റെ പഠനങ്ങൾ എത്തിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പല വിഷയങ്ങളും കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ അവസാന കാലഘട്ടത്തിലെ വിനാശകാരികളായിട്ടുള്ള ആളുകളെ കുറിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ അടയാളങ്ങൾ മുഴുവനും ഇവിടെ പണ്ഡിതി വിഭാഗം എന്ന് പറയുന്ന പണ്ഡിതനെന്ന വേഷധാരികളായിട്ടുള്ള ചില ആളുകളിൽ നിന്ന് അത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവസാന നാളുകളിലെ വിനാശകാരികളായ പണ്ഡിതരെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്താണ്? അവരുടെ നാവ് ആലിമായിരിക്കും, കൽബ് ജാഹിലുമായിരിക്കും. ഇതാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് കൽബ് ജാഹിലായിരിക്കും എന്ന് പറയുമ്പോ
ഈ സന്ദർഭം എന്താണ്? സഹാബത്ത് മുന്നിലിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത്തഖു ആലിമൽ ജാഹിൽ, ജാഹിലായ പണ്ഡിതനെ സൂക്ഷിക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോഴാ മനിൽ ആലിമുൽ ജാഹിൽ യാ റസൂലല്ലാഹ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിക്കുന്നത്. അപ്പോഴല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് ആലിമുൽ ലിസാനി വജാഹിലുൽ ഖൽബി യഅനി അസ്വദ്. ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നതും. കൽബ് ജഹാലത്തിനുടമയായ, ഇരുണ്ട ഹൃദയത്തിന് കൽബിന് ഉടമയായിട്ടുള്ള, അങ്ങനത്തതായ നാവ് പണ്ഡിതനുമായിട്ടുള്ള ആളുകള് ഇവിടെ ഒരു സമൂഹത്തിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് സമൂഹത്തെ നയിച്ചു തുടങ്ങിയപ്പോ സമൂഹത്തിൽ മുഴുവനും ഫിത്ന ആരംഭിച്ചു. ഫിത്ന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹക്ക് എന്താണെന്നോ ബാത്തിൽ എന്താണെന്നോ വേർതിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ ഫിത്ന സമൂഹത്തിൽ വളർന്നു കഴിഞ്ഞു. ഇതിന്റെ ഇടയിൽ നിന്ന് ഹക്കിന്റെ അഹിലുകാരായിട്ടുള്ള, ഹക്ക് ആഗ്രഹിക്കുന്ന, അള്ളാഹു ഹക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന അങ്ങനത്തെ ഒരു വിഭാഗം ഇതിന്റെ ഇടയിൽ കുടുങ്ങിയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണോ അവസാന കാലഘട്ടത്തില് നീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള അധികാരിയുടെ അരികിൽ നിന്നും ഈ നീതി നടപ്പിലാക്കേണ്ടത്? അതുകൊണ്ടാണ് ഈ വിഷയങ്ങളെ നമ്മൾ സമൂഹത്തിന്റെ മുന്നിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വ്യാജം കൊണ്ടുവരുന്ന വാർത്ത പോലും എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുന്ന ഖുർആൻ അധ്യാപനം വിട്ടുകൊണ്ടാണ് ഇവര് അന്വേഷിച്ചത്. മഹാനായിട്ടുള്ള ഗോഹർഷാഹി ഇമാം മഹദി ജനിച്ചു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജനിച്ച പാകിസ്ഥാനിൽ ഇവർ പോയിട്ടില്ല. അവിടുത്തെക്കാരായിട്ടുള്ള ആളുകളോട് ഇവർ ഒരു അഭിമുഖം നടത്തിയിട്ടില്ല. അവർ സംസാരിച്ചിട്ട് പോലുമില്ല. 22 വർഷമായിട്ട് ക്ലാസ് വന്നുകൊണ്ടിരിക്കുന്ന ലണ്ടനില് ഇവര് പോയിട്ടില്ല. ഇതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സയ്യിദ് യൂനുസ് അൽ ബോഹർ എന്ന് പറയുന്ന സയ്യിദിയോട് ഇവര് സംസാരിച്ചിട്ടില്ല. അവിടെ പോയിട്ട് സംസാരിക്കാൻ അവസരം അതിനൊന്നും ഞങ്ങൾക്ക് സാധിക്കൂല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ കോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. സ്കൈപ്പിലൂടെയോ അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റിലൂടെയോ അല്ല, ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ പോലും ശ്രമിക്കാത്ത ആളുകളാണ് ഇവിടെ മഹാനവറുകളെ കുറിച്ച് ഒരു വിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പരാമർശനങ്ങളുമായിട്ട് വിമർശന മനോഭാവത്തിലൂടെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു പോസ്റ്റുകള് സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരാളുടെ ഇൽമിനെ അളക്കണമെങ്കിൽ അയാളുടെ ഇൽമിനോളമെങ്കിലും നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ഒന്ന് വളരേണ്ടതുണ്ട്. ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലത്തെ വിഷയങ്ങളെ ആഗ്രഹിക്കുകയും അതിലേക്കൊന്ന് കടന്നു ചെല്ലുകയും ചെയ്യണം. അല്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട്, ഉറുദു പോലും അറിയാത്ത ആളുകളാണ്, ഇനിയിപ്പോ ഉറുദു അറിയുന്ന ആളുകളുണ്ട് എന്ന് തന്നെ പറയട്ടെ, അങ്ങനത്തെ ആളുകളാണെങ്കിൽ പോലും ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഈ അടുത്ത് കൃത്യമായിട്ട് എനിക്കറിയാം, ഇവിടെ നമ്മുടെ വിമർശനങ്ങൾ കൊണ്ടുവരുന്ന, ഇതിനൊക്കെ തലപ്പത്തിരിക്കുന്ന പല ആളുകളെയും, അതുമായി ബന്ധപ്പെട്ട പല ആളുകളെയും, അവരെ കോർഡിനേഷനെയും അവരുടെ സംഘടനയെയും പ്രസ്ഥാനങ്ങളൊക്കെ എനിക്കറിയാം. ഇതിൽപ്പെട്ട പല ആളുകളും ഉന്നയിക്കുന്ന വിഷയങ്ങള്, നമ്മൾ വിമർശിക്കുന്ന ആളുകൾ ഉന്നയിക്കുന്നത് ഏത് രീതിയിലാണ്? സർക്കാർ ഗോഹർഷാഹി ഇമാം മഹദിയെ കുറിച്ച് ഒരു നെഗറ്റീവായിട്ട് ചിത്രീകരിച്ചൊരു കൂട്ടായ്മ തന്നെയുണ്ട്. ആ കൂട്ടായ്മയിൽ നിന്നുള്ള ഇങ്ങനെ ഞാൻ പറയുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതിനെ സത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു വിഭാഗം അപ്പുറത്തുണ്ട്. ഇതിന്റെ പോസിറ്റീവ്സ് സംസാരിക്കുന്ന ഒരു വിഭാഗം ഈ മറുപക്ഷത്തുണ്ട് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടു ഭാഗത്തു നിന്ന് നിങ്ങൾ പഠനം നടത്തുക, എന്നിട്ട് നിങ്ങൾ വിമർശിക്കും. അല്ലാതെ ഇതിന് കുറ്റം പറയണ കുറച്ച് വിഭാഗം ആൾക്കാരുണ്ട്. ഓല് പറയുന്നതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പറയാ, അവരൊക്കെ ദുന്യവിയായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ നീയത്തും ദുന്യവിയായിട്ടുള്ള ഒരു വിഷയമായി മാറി. ഉഹ്റവിയായ ലക്ഷ്യത്തോടെയാണ് എങ്കിൽ രണ്ടു പക്ഷത്തു നിന്നും നിങ്ങൾ പഠനം നടത്തണം. എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു പഠനം നടത്തിയിട്ടില്ല? എന്തുകൊണ്ട് പഠനം നടത്തിയിട്ടില്ല?
ഇതെല്ലാം ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് എന്തിന്റെ പേരിലാണ്? നിങ്ങളെല്ലാ ഈ വിമർശിക്കുന്ന ആൾക്കാരോടൊക്കെ ഇതിനെ സത്യമാക്കിയിട്ട് നിങ്ങളുടെ മുന്നിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, സ്ഥിരീകരിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മതി. ഇതിനെ ഹക്കായിട്ട് മനസ്സിലാക്കുന്ന ആളുകൾക്ക് മാത്രം പറഞ്ഞു കൊടുക്കാൻ തന്നെ നമുക്കിവിടെ സമയം കിട്ടുന്നില്ല. പക്ഷേ നിഷ്കളങ്കമായി ചിന്തിക്കുന്ന, ഒരു നിഷ്കളങ്കമായിട്ട് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന നമ്മുടെ ഒരു സമൂഹത്തിലുള്ള ചില ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട്, അവർ വഴികേടിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് ചിന്തിക്കുന്നവർക്ക് മാത്രം, ഹക്കിനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണോ നമ്മൾ ഈ വിഷയത്തെ ഇവിടെ സംസാരിക്കുന്നത്? മുൻഗാമികളായ പണ്ഡിതര് തങ്ങളുടെ ഹയാത്താക്കപ്പെട്ട കൽബിനെ സഹായം തേടിയിരുന്നു, ഔലിയാക്കളുടെ വാക്കുകള് വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പോലും പലർക്കും അതിന്റെ യഥാർത്ഥ പൊരുളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താണ്? കൽബ് ഹയാത്താവൽ മാത്രം പോലെ പണ്ഡിതനാവാൻ വേണ്ടി മുഅ്മിനാവാനുള്ള ഷർത്താണെന്ത്? കൽബ് ഹയാത്താവുക എന്നുള്ളത്. മുഅ്മിനായതിനു ശേഷം മൂന്ന് മർത്തബകളിൽ മുകളിൽ എത്തിയവരിൽ നിന്നു മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പണ്ഡിതനെ നിയോഗിക്കുന്നത്. അല്ലാതെ വെറുതെ ഒരു ബിരുദമുണ്ടായതിന്റെ പേരിൽ പണ്ഡിതനാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിങ്ങൾ ചിന്തിക്കേണ്ട. കൽബ് ഹയാത്താവുക എന്ന് പറഞ്ഞതൊരു മുഅ്മിനിന് ആവശ്യമായ ഷർത്താണ്. കൽബ് ഹയാത്തായതിനു ശേഷം 3 മർത്തബകൾ മുകളിൽ കടന്നതിന് ശേഷമാണോ അങ്ങനത്തെ ആളുകളിൽ നിന്ന് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പണ്ഡിതന്മാരെ നിയോഗിക്കാറുള്ളൂ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വലാ തുതിമന ഗഫല. അതുകൊണ്ടാണ് സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വലാ തുതിമന ഗഫല ഖൽബുഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഉ വകന അംറുഹു ഫുറത. എന്താ പറയുന്നേ? ഏതൊരുവന്റെ കൽബിനെ നമ്മുടെ ദിക്റിനെ വിട്ടു നാം അശ്രദ്ധമാക്കിയിരിക്കുന്നുവോ, ഏതൊരുവൻ തന്നിഷ്ടത്തെ പിന്തുടരുകയും അവന്റെ കാര്യം അതിര് കവിഞ്ഞതുമായിരിക്കുകയും ചെയ്തുവോ അവനെ നീ അനുസരിച്ചു പോകരുത് എന്ന് ഖുർആൻ 18:28 നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്തിനും ഇവിടെ നിയമം എന്താണ്? കൽബില് അള്ളാഹുവിന്റെ ദിക്റുകളാണ്. ഒരു മുരീദിന്റെ കൽബിലേക്ക് അള്ളാഹുവിന്റെ ദിക്ർ നൽകിക്കൊണ്ട് കൽബിനെ ഹയാത്താക്കി കൊടുക്കാൻ കഴിവുമുള്ള ആളുകളെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. ഈ കൽബ് പോലും ഇല്ലാത്ത, കൽബ് ഹയാത്താക്കാത്ത ആളുകള് ഒരിക്കലും പണ്ഡിതനാകുന്ന പോലുമില്ല. അവന് 1000 കിതാബുകൾ ചുമക്കുന്നവനാണെങ്കിലും അത് മനഃപ്പാടമാക്കിയവനാണെങ്കിലും അവന് എന്താകുന്നില്ല, ഒരു പണ്ഡിതനാകുന്ന പോലുമില്ല. അതുകൊണ്ട് തന്നെ ആദ്യം ഇത് സ്വീകരിക്കാൻ ആവശ്യമായ കൽബ് തയ്യാറാക്കലായിരിക്കും ഇമാം മഹദിയുടെ പ്രാഥമിക ദൗത്യം എന്ന് പറഞ്ഞത്, കർത്തവ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അവസാന കാലഘട്ടത്തിൽ എന്നെ സുന്നത്തിനെ ഹയാത്താക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകും, എന്ന് പറയുമ്പോൾ സുന്നത്തിനെ ഹയാത്താക്കുക എന്ന് പറയുന്നത് എന്താ? ഹയാത്താക്കണമെങ്കിൽ അത് മരണപ്പെട്ടൊരു സുന്നത്തായിരിക്കും. അതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അങ്ങനെ സുന്നത്തിനെ ഹയാത്താക്കുന്നവന് 100 ഷഹീദിന്റെ പദവിയുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? കൽബിനെ ഹയാത്താക്കുക എന്ന് പറഞ്ഞ 100 ഷഹീദിന്റെ പ്രതിഫലമുള്ള ഈ സുന്നത്തിനെ ഹയാത്താക്കുന്ന പ്രക്രിയയിൽ നിന്ന്, ഈ ഒരു കർത്തവ്യത്തിൽ നിന്ന് വഴികേടിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പിന്തിരിപ്പിച്ചുകൊണ്ട് സമൂഹത്തെ വഴികേടിലാക്കുന്ന പ്രക്രിയയാണ് ഈ പറയുന്ന പണ്ഡിത വിഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നിലേക്ക് രംഗപ്രവേശനം നടത്തിയിട്ടുള്ള ആ മുഫ്തിമാരും ആ ഫത്വ കൊടുത്തിട്ടുള്ള തലയെക്കെട്ടുകാരും ഒക്കെ ചെയ്തു കൂട്ടുന്നതെന്ന് സാന്ദർഭികമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ സുന്നത്തിനെ ഹയാത്താക്കുന്ന പ്രക്രിയയും 100 ഷഹീദിന്റെ പ്രതിഫലമുള്ള സുന്നത്തിനെ ഹയാത്താക്കുന്ന, കൽബിനെ ഹയാത്താക്കുന്ന ഈ ഒരു പ്രക്രിയ ചെയ്യുന്ന ആളുകളാണ് ഇവിടെ സർക്കാർ ഗോഹർ ഷാഹി
ഇമാം മഹദിയുടെ അനുയായികൾ. അതിനെ എതിർക്കുന്നവരാരായിരിക്കും? അതിനെ എതിർക്കുന്ന ആളുകള് അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാരായിരിക്കും. അപ്പോ മൗത്തായ സുന്നത്തിനെ ഹയാത്താക്കാൻ സമ്മതിക്കാത്തവരാണ് ഈ പറയുന്ന ഈ വിഭാഗം, ഇക്കൂട്ടർ. അപ്പോ അവർക്ക് 100 ശുഹദാക്കളെ കൊന്ന കുറ്റമായിരിക്കും ഉണ്ടാവുക. ഇത് ഓരോരുത്തരും മനസ്സിലാക്കൽ അനിവാര്യമാണ്. കൽബ് കൊണ്ട് വായിക്കേണ്ടത് നാവ് കൊണ്ട് വായിക്കുന്ന ഇവരെ പറ്റിയാണ് ഈ ആയത്ത് നമ്മൾ സൂചിപ്പിക്കുന്നത്. അത് തന്നെയാണ് ജാഹിലായ ആലിമിനെ സൂക്ഷിക്കുന്നതിനെ കുറിച്ച് ഹദീസില് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കൽബിനെ പിൻപറ്റുന്നവര് റൂഹാനി പണ്ഡിതരാണ്, ഇമാം മഹദിയുടെ അനുയായികളാണ്. നാവിനെ പിൻപറ്റുന്ന ആളുകളോ ജിസ്മാനി പണ്ഡിതരാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം, ഇത് സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. നാവിനെ പിൻപറ്റുന്ന ആളുകള് അത് ജിസ്മാനി പണ്ഡിതരാണ്. ഈ പറയുന്ന ജിസ്മാനി പണ്ഡിതരായിരിക്കും അവസാന കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നത്? ഈ ജിസ്മാനി പണ്ഡിതന്മാരാണ് ദജ്ജാലിനെ പിന്തുടരാൻ പോകുന്നത്. ഈ സത്യം നിങ്ങൾ ഒരാളും തന്നെ മറന്നു പോകാൻ പാടില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മുസ്നദ് എന്ന കിതാബിലൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ഹദീസിലൂടെ എന്താണ്, ഹദീസ് പ്രകാരം എന്താണ് പഠിപ്പിക്കുന്നത്? എന്റെ ഉമ്മത്തിലെ 70,000 പണ്ഡിതർ ദജ്ജാലിനെ അനുഗമിക്കുമെന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മുസ്നദിലൂടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. 70,000 പണ്ഡിതന്മാരെ എന്ത് ചെയ്യും? ദജ്ജാലിനെ അനുഗമിക്കും എന്ന് പഠിപ്പിക്കുമ്പോ ഏത് രീതിയിലുള്ള പണ്ഡിതന്മാരായിരിക്കും നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരു ജിസ്മാനിയത്ത് കൊണ്ട് ഒരു പണ്ഡിത വേഷം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ ഒരു ജിസ്മാനി താലീമ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്ഥാപനങ്ങളിൽ പഠിച്ചത് കൊണ്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വച്ചതിന്റെ പേരിൽ, നിങ്ങൾക്കൊരു സനത് ലഭിച്ചതിന്റെ പേരിൽ, ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങളിൽ നിന്ന് ബിരുദമെടുത്തതിന്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ പണ്ഡിതനാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് പഴിച്ചു പോയിട്ടുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നതാണ്, എന്റെ ഉമ്മത്തിലെ 70,000 പണ്ഡിതർ ദജ്ജാലിനെ അനുഗമിക്കുമെന്ന് പറയുമ്പോ അത് മറ്റൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിന് അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, എന്റെ ഉമ്മത്തി 73 വിഭാഗമാകുമെന്ന്. അതിലല്ലേ പറഞ്ഞത് കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ. എന്നിട്ട് അതിനെ വളച്ചൊടിച്ചു കൊണ്ടിവിടെ ചില പണ്ഡിത വിഭാഗത്തിന്റെ ചില പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ പറഞ്ഞില്ലേ, എന്താ ഈ പ്രസ്ഥാനം മാത്രമാണ് കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ എന്ന് പറയുന്ന ഈ ഒരു വിഭാഗം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണെന്ന് സമൂഹത്തിന്റെ മുന്നിൽ വിളിച്ചു കൂവിയില്ലേ? ഏതിന്റെ അടിസ്ഥാനത്തിൽ? നമ്മളോട് അടിസ്ഥാനവും മാനദണ്ഡവും ചോദിച്ചു വരുന്ന ആളുകളോട് ചോദിക്കാനുള്ളത് ഇത് ഏത് മാനദണ്ഡത്തിലാണോ നിങ്ങളുടെ പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ഈ തലയെക്കെട്ടുകാര് സമൂഹത്തോട് വിളിച്ചു പോകുന്നത്? ഇത് നിസ്സാരമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ സംസാരിക്കുമ്പോ ഇത് തന്നെ റൂഹാനിയത്തിനെതിരാണ്, ത്വരീഖത്തിനെതിരാണെന്ന് പറഞ്ഞു വരുന്ന ആളുകളോട് പറയാനുള്ളത്, ഒരു സമൂഹത്തെ മുഴുവൻ ഇവിടെ വഴികേടിലാക്കാണ്. ഈ പ്രസ്ഥാനമാണ് ത്വരീഖത്ത്, ഈ പ്രസ്ഥാനമാണ് മുറബ്ബിയായ ശൈഖ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ആളുകളാണ് ഇവിടെ നമ്മുടെ മാർഗത്തെ കൽബിലെ ഹയാത്താക്കി കൊടുക്കുന്ന, സുന്നത്തിനെ ഹയാത്താക്കുന്ന, മൗത്തായിപ്പോട്ടുള്ള സുന്നത്തിനെ ഹയാത്താക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഇവിടെ വരുമ്പോ നല്ല രീതിയിൽ അള്ളാഹുവിനെ ഇഷ്ക വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കിയിട്ട് ഒരു ആത്മീയത തെരഞ്ഞെടുത്ത് സഞ്ചരിക്കുന്ന ഒരു വിഭാഗത്തെയും അതിന്റെ നേതൃത്വത്തെയും കുഫർ പറഞ്ഞുകൊണ്ടും ദജ്ജാല് പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് പല വേർഡുകളും ഉപയോഗിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്.
വിടൂല. വഴികേടിന് സമൂഹത്തിന് അർഹിക്കുന്ന ആളുകൾക്ക് ഹക്കെത്തണം. ഇത് നിർബന്ധമാണോ? ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണോ? നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇൻഷാ അല്ലാഹ് വരും സമയങ്ങളിൽ, വരും ദിവസങ്ങളിൽ, മാസങ്ങളിൽ ഇൻഷാ അല്ലാഹ് ഹക്ക് പറയുകയും ഹക്ക് വെളിവാവുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.